ഗോവയിൽ വെച്ചും നടിയെ ആക്രമിക്കാൻ പദ്ധതിയിട്ടു. അപ്രതീക്ഷിത യാത്രയിൽ നീക്കം പാളി. നിർണായക വിവരങ്ങൾ. കേരളത്തെ ഞെട്ടിച്ച നടി ആക്രമിക്കപ്പെട്ട കേസിൽ നാളെ വിധി വരാനിരിക്കെ വിചാരണയിലെ സുപ്രധാന വിവരങ്ങൾ പുറത്ത്. നടിയെ ബലാത്സംഗം ചെയ്യാനുള്ള ശ്രമം 2017 ജനുവരി 3-ന് ഗോവയിൽ വെച്ച് നടത്താനായിരുന്നു പൾസർ സുനിയുടെ ആദ്യ പദ്ധതി എന്ന വിവരങ്ങളാണ് ഇപ്പോൾ പുറത്തുവരുന്നത്. നടി നായികയായ സിനിമയുടെ ചിത്രീകരണം ഗോവയിലായിരുന്നു നടന്നത്. ജനുവരി 3-ന് എയർപോർട്ടിൽ നിന്ന് നടിയെ കൂട്ടിക്കൊണ്ടുവന്നത് ഒന്നാം പ്രതിയായ പൾസർ സുനിയായിരുന്നു. തുടർ ദിവസങ്ങളിലും ഇയാൾ നടിയുടെ ഡ്രൈവറായി പ്രവർത്തിച്ചു. ജനുവരി 3-ന് തന്നെ ബലാത്സംഗം ചെയ്യാനായി വാഹനം തേടി സുനിൽ സെന്തിൽകുമാർ എന്നയാളെ വിളിച്ചതായി പ്രോസിക്യൂഷൻ വിചാരണ വേളയിൽ കോടതിയെ അറിയിച്ചു. സെന്തിൽകുമാർ കേസിലെ 173ാമത് സാക്ഷിയാണ്. ഷൂട്ടിംഗ് പൂർത്തിയാക്കി നടി ഗോവയിൽ നിന്ന് റോഡ് മാർഗം കേരളത്തിലേക്ക് വരുമെന്നായിരുന്നു സുനിൽ കണക്കുകൂട്ടിയത്. ഈ യാത്രക്കിടെ തട്ടിക്കൊണ്ടുപോയി കൃത്യം നടത്താനായിരുന്നു പദ്ധതി. എന്നാൽ ജനുവരി 5-ന് നടി അപ്രതീക്ഷിതമായി വിമാനമാർഗം കേരളത്തിലേക്ക് മടങ്ങിയതോടെ ഈ നീക്കം പരാജയപ്പെട്ടു. ഇതിന് പിന്നാലെ 2017 ഫെബ്രുവരി 17-നാണ് കൃത്യം നടപ്പാക്കിയത്. രണ്ടാം പ്രതി മാർട്ടിനെയും മൂന്നാം പ്രതി മണികണ്ഠനെയും സുനിൽകുമാർ ഗോവയിൽ നിന്ന് വിളിച്ചിരുന്നതായും ഈ വിവരങ്ങളെല്ലാം പ്രോസിക്യൂഷൻ വിചാരണ കോടതിയിൽ അവതരിപ്പിച്ചിരുന്നതായും റിപ്പോർട്ടുകൾ സൂചിപ്പിക്കുന്നു. നടിയെ ആക്രമിച്ച കേസിൽ നാളെയാണ് കോടതി അന്തിമ വിധി പ്രസ്താവിക്കുക. എറണാകുളം പ്രിൻസിപ്പൽ സെഷൻസ് കോടതിയാണ് നാളെ രാവിലെ 11-ന് വിധി പറയുക. കേസിൽ നടൻ ദിലീപ് 8ാം പ്രതിയാണ്. നടിയെ ആക്രമിച്ച ദൃശ്യങ്ങൾ പകർത്തിയ പൾസർ സുനിയാണ് കേസിൽ 1ാം പ്രതി. കൃത്യത്തിൽ നേരിട്ട് പങ്കെടുത്ത 6 പ്രതികളടക്കം 10 പേരാണ് വിചാരണ നേരിട്ടത്. ആക്രമിക്കപ്പെട്ട നടിയോടുള്ള വ്യക്തി വിരോധത്തെ തുടർന്ന് ബലാത്സംഗത്തിന് കൊട്ടേഷൻ കൊടുത്തു എന്നാണ് ദിലീപിനെതിരായ കേസ്. കാവ്യ മാധവനുമായുള്ള ബന്ധം ഭാര്യ മഞ്ജു വാര്യരെ അറിയിച്ചതാണ് നടിയോട് വൈരാഗ്യത്തിന് കാരണമായതെന്നും പ്രോസിക്യൂഷൻ വ്യക്തമാക്കുന്നു.